ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം കുറേ ദിവസമായിട്ട് നല്ല മഴയാണ്, ആർക്കും അങ്ങനെ പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ല, കുഞ്ഞുമക്കൾക്കൊന്നും സ്കൂളില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മളൊക്കെ അറിഞ്ഞതുപോലെ വയനാട്ടിലെ വലിയ ദുരന്തം നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിലും അപ്പുറത്തല്ലോ അവിടുത്തെ കാഴ്ചകൾ. മനുഷ്യൻ നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും പറ്റുന്നില്ല. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പറ്റുന്ന പോലെയൊക്കെ സഹായിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം 1-2 പേര് എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, താരം പോകാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ, മുടി ചീകുമ്പോൾ പൊടിയായിട്ട് വീഴുന്നു, മുടി കൊഴിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്കറിയുന്ന പോലെയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ 1-2 പേര് എന്നോട് തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു നല്ല മാറ്റം ഉണ്ടായിരുന്നു, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഇതുപോലെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും, താരൻ്റെ പ്രശ്നം മൂലം സങ്കടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്കും കൂടെ ഒരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യുമ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവണം. അപ്പം ഇന്നത്തെ സമൂഹത്തിൽ ഒരു 70-80% ആൾക്കാർക്കും ഉള്ളൊരു പ്രധാന പ്രശ്നമാണ് താരൻ. മുടി വളരാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും താരൻ ഉണ്ടെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ മുടി ഇങ്ങനെ അടിയേ പിഴുത് കളയൊരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുടി പിഴുതുമ്പോൾ അതിൻ്റെ അറ്റത്തൊരു വെള്ള പൊട്ടൊക്കെ കാണാം താരൻ്റെ. അത് ഈ താരൻ നമ്മുടെ മുടിനെ അടിയേ മുടി നശിപ്പിക്കും. അത് നമ്മുടെ തലയോട്ടിലൊരു ഫംഗസ്, ഒരു പൂപ്പൽ ബാധയാട്ടോ ഇതിന് പ്രധാന കാരണം. അപ്പോൾ ഇതെങ്ങനെയൊക്കെ പരിഹരിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയുന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. ഞാനിത് ഒരുപാട് ഈ ഒരു താരം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു 2 കാര്യം ചെയ്തപ്പം ഭയങ്കര മാറ്റമായിരുന്നു, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പോടെ നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഒരു തവണ അല്ലെങ്കിൽ 2 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. അഥവാ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കമൻറ്റിൽ വന്ന് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇത് വരാൻ പ്രധാന കാരണം നമ്മൾ പ്രോപ്പറായിട്ട് തല നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ലെങ്കിൽ താരം വരാൻ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ നമ്മുടെ ജോലി സംബന്ധമായിട്ടോ തിരക്ക് കാരണമൊക്കെ നമ്മൾ ആഴ്ച 2-3 പ്രാവശ്യമൊക്കെ കഴുകുന്നവരുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഡെഡ് സ്കിൻ, തലയോട്ടിൽ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒരു ദിവസം 4-5 ലക്ഷം 1 ലക്ഷം മുതൽ 4 ലക്ഷം വരെ മോശം കോശങ്ങൾ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അതങ്ങ് അടിഞ്ഞു കൂടും. അങ്ങനെ ഒരു 3-4 ദിവസമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് അത് അടിഞ്ഞ് അവിടെ കൂടും. അതാണ് താരനായിട്ട് അവിടെ വരുന്നത്. പിന്നെ അവിടെ ഈ ഫംഗസും ബാക്ടീരിയ ഒക്കെ വരുമ്പോഴാണ് അതിന് പ്രധാനമായിട്ട് മുടി കൊഴിച്ചിലും ചൊറിച്ചിലും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പം എല്ലാം താരനാന്ന് പറയുന്നില്ല, ചിലത് ഈ സോറിയാസിസിൽ പെട്ടതും ഉണ്ട് കേട്ടോ. അത് ഈ ഭാഗങ്ങളിൽ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ആയിരിക്കും ഉണ്ടാകും. അതൊക്കെ താരനിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം താരനാണോ അല്ലയോ എന്ന്. പിന്നെ ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹോം റെമഡി, അതായത് നമ്മുടെ അടുക്കളയിലുള്ള 2 സാധനം മതി. 2 സാധനമെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആ ഒരു സാധനം ഉള്ളെങ്കിൽ പോലും അത് മതി നിങ്ങൾക്ക്. അതായത് അടുക്കളയിലുള്ള കടുക് ഉണ്ടല്ലോ, കടുക്, അത് ഒരു 2-3 സ്പൂൺ എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും എടുക്കുക. എടുത്തിട്ട് കുറച്ച് സമയം പൊതിർത്ത് വെക്കുക. അത് പൊതിർന്ന് അത്രയും സമയം വെള്ളത്തിലിട്ട് വെക്കുക. ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. അരകലിലിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. മിക്സിയിൽ കുറച്ച് വെള്ളങ്ങളൊക്കെ അരയാനൊക്കെ നല്ല വിഷമമായിരിക്കും. എന്നിട്ട് അത് നമുക്ക് തലയിൽ തേക്കാൻ പാകത്തിന് രീതിയിലാക്കി എടുക്കുക. ചിലർക്കത് കട്ടിക്ക് വേണമായിരിക്കും, ചിലർക്കത് ലൂസ്, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. എന്നിട്ട് അതിൽ ലേശം ഒരു അരമുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ്, നമുക്ക് ഒരിക്കലും തലയിൽ ഡയറക്റ്റ് നാരങ്ങ നീര് തേക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ ഒരു അരക്കഷ്ണം ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മുടെ തലയോട്ടിയിൽ സ്കാൽപ്പിൽ ഓരോ ലെയറായിട്ട് എടുത്തിട്ട് തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും നിങ്ങളിത് മാക്സിമം വെക്കണം. വെച്ച് കഴിയുമ്പം ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് നല്ല പുകച്ചിലുണ്ടാവും. അതൊക്കെ ഈ ഫംഗസൊക്കെ ചാവുന്നതും ഒക്കെ അവിടെ ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ ഉണ്ടായതൊക്കെ തന്നെ കേട്ടോ. അതൊക്കെ മാറും അത്. അപ്പോൾ ഒരു 20 മിനിറ്റ് വെച്ച ശേഷം ഒന്നെങ്കിൽ താളി ഉപയോഗിച്ച് കഴുകിക്കളയുക, അല്ലെങ്കിൽ മൈൽഡായിട്ട് ഷാമ്പൂല്, അധികം കെമിക്കലൊന്നുമില്ലാത്ത ഷാമ്പൂല് അത് ഉപയോഗിച്ച് കഴുകിക്കളയാം. അഥവാ നിങ്ങൾക്ക് ഈ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വെറും കടുക് ആയാലും മതി. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ
അടിപൊളിയായിട്ട് നല്ല റിസൾട്ട്. നിങ്ങൾ ഇന്ന് തിങ്കളാഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു വ്യാഴാഴ്ച ചെയ്താൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ബുധനാഴ്ച ചെയ്ത് നോക്കും. അങ്ങനെ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ചെയ്താൽ 100% നിങ്ങൾക്ക് ഉറപ്പായിരിക്കും നല്ല റിസൾട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾക്കിത് റിസൾട്ട് കിട്ടി കഴിയുമ്പം ഒന്ന് കമൻ്റായിട്ട് നിങ്ങൾ പറയണം. അപ്പം ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെടും. അതേപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഈ ആര്യവേപ്പിൻ ഇലയുണ്ടല്ലോ അത് തിളപ്പിച്ചിട്ട് തല നന്നായിട്ട് കഴുകുന്നതും ഈ ഫംഗസ് രോഗങ്ങൾക്കും ബാക്ടീരിയക്കൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഷോപ്പിലും സാധാരണ നമ്മൾ ഷാമ്പു ഒക്കെ എടുക്കുന്ന എവിടെ നിന്ന് എടുക്കുന്ന അവിടെ നമ്മൾ ഷാമ്പു എടുക്കുന്ന സമയത്ത് ഡാൻഡ്രഫ് ഷാമ്പു എന്നുകൊണ്ട് കിട്ടും. അത് നമ്മൾ എടുത്ത് യൂസാക്കാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ ഈ ഡാൻഡ്രഫ് ഷാമ്പു നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ആക്കുമ്പോൾ ചിലപ്പം അത് നമ്മുടെ പിന്നീടൊക്കെ അത് എന്താ പറയണ്ടേ, മാറ്റം വന്നു തരില്ല. അതിപ്പോൾ നമ്മുടെ തലയായിട്ട് അത് പൊരുത്തപ്പെടും. അപ്പം പരമാവധി ഹോം റെമഡീസൊക്കെ ഉപയോഗിച്ച് ചെയ്യുക, തലയ്ക്കും ദോഷമില്ലാത്ത രീതിയിൽ. പിന്നെ ഞാൻ ഇനിയിപ്പോൾ അടുത്തായിട്ട് ഒരു കെമിക്കലും ഇല്ലാത്ത നല്ല പ്യുവറായിട്ടുള്ള ഷാമ്പൂസ്, അത് ഡാൻഡ്രഫ് ഷാമ്പൂസൊക്കെ ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാൻ നേരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻ്റായിട്ട് അറിയിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലെ നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.